നാട്ടുപൈതൃകത്തിലേക്ക് വീണ്ടും സ്വാഗതം. പെറ്റനാടിൻ്റെ മോചനത്തിന് വേണ്ടി വിലോഭനീയമായ ജീവിത സൗഭാഗ്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരരംഗത്തേക്ക് കുതിച്ചു ചാടിയ അനേകം ധീരന്മാരുടെ പെറ്റഭൂമിയാണ് പയ്യന്നൂർ. ആ കർമ്മയോഗികളുടെ ജാജ്വല്യമാനമായ സ്മരണകൾ അയവിറക്കുകയാണ് നമ്മൾ ഇന്ന് നാട്ടുപൈതൃകത്തിലൂടെ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായങ്ങൾ വിരചിച്ച ധീരദേശാഭിമാനികളുടെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ നേരവകാശികളാണ് നമ്മൾ. ദേശീയ പ്രസ്ഥാനം വളർത്തിയെടുത്ത സ്വാതന്ത്ര്യദാഹം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പാടെ ഉഴുതുമറിച്ചപ്പോൾ ഉയർന്നു വന്ന ധീരന്മാരുടെ നീണ്ട ഒരു നിര പയ്യന്നൂരിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. 1928 മാർച്ച് മാസത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച പൂർണ്ണസ്വരാജ്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് മഹാസമ്മേളനം നടന്നതും ഈ പയ്യന്നൂരിൻ്റെ മണ്ണിലായിരുന്നു. അടിമഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചുണർത്താൻ യുഗപുരുഷനായി കടന്നു വന്ന ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവിനെയാണ് തൊട്ടറിഞ്ഞത്. നാളതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ധർമ്മത്തിലും അഹിംസയിലും അടിത്തറയിട്ട സമരമുറകളുമായി ആ കർമ്മയോഗി ആ സേതു ഹിമാചലം നിറഞ്ഞു നിന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സംഗീതത്തിൻ്റെ മന്ത്രമധുരമായ പല്ലവിയായിരുന്ന ആ നാമം ആയിരങ്ങളാണ് ഏറ്റുപാടിയത്. തോക്കും തൂക്കുമരങ്ങളും ആ കർമ്മയോഗിയുടെ മുന്നിൽ നിസ്സഹായത ചൂണ്ടി. 1930 ഫെബ്രുവരി 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സബർമതിയിൽ യോഗം ചേർന്ന് സമരമുറകൾ ആവിഷ്കരിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതെ, ഉപ്പിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ആ ജ്ഞാനവൃദ്ധൻ്റെ മനസ്സിൽ ഒരു വെളിപാട് പോലെ തെളിഞ്ഞെത്തുകയായിരുന്നു. സകലമാന ജീവിതത്തിനും അനിവാര്യമായ ഉപ്പ് സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ ലാവണ്യമാവുകയായിരുന്നു. ഉപ്പ് നിയമലംഘനം എന്ന നിസ്സാര കാര്യത്തിലൂടെ രാജ്യസ്വാതന്ത്ര്യമെന്ന വലിയ ലക്ഷ്യം നേടുന്നതെങ്ങനെ എന്ന നെഹ്റു അടക്കമുള്ള നേതാക്കളുടെ സംശയങ്ങളെ കടപുഴക്കിയെറിഞ്ഞ മഹാസംഭവമായി അത് മാറുകയായിരുന്നു. 1930 മാർച്ച് 21 പുലർന്നു. പുലർകാല പ്രാർത്ഥന ഉയർന്നു.
സബർമതി ആശ്രമത്തിൽ തിങ്ങി നിറഞ്ഞ ജനാവലിയോട് ആ കർമ്മയോഗി വികാരഭരിതനായി പറഞ്ഞു, ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി ആശ്രമത്തിലേക്ക് ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ശവം അറബിക്കടലിൽ ഒഴുകും. ഭാരത് മാതാ കി ജയ് വിളികൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കി ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര അവിടെ ആരംഭിച്ചു. നാട്ടുപൈതൃകം എന്ന ഞങ്ങളുടെ ഈ പരമ്പര ഇക്കുറി പയ്യന്നൂരിൻ്റെ സമ്പന്നമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അനുസ്മരിക്കുന്ന, അയവിറക്കുന്ന ഒരു തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് ധീരന്മാരായ സ്വാതന്ത്ര്യ സമര ഭടന്മാർ, സേനാനികൾ നമ്മുടെ പയ്യന്നൂർ ഭാരതത്തിൻ്റെ ഈ സമരരംഗത്തേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ പ്രാതസ്മരണീയമായി വരുന്നത് മഹാത്മജിയുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് അയവിറക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ 80ാമത്തെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. അപ്പോൾ അങ്ങേക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് പുതിയ തലമുറയോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് പലപ്പോഴും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ് അന്നത്തെ പല ആളുകളുടെ പേര് പോലും. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനൊരു പുതിയ ജീവൻ കിട്ടിയത്. അത് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വികസിച്ചു, ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നു. തെക്കേ ആഫ്രിക്കയിലെ അനുഭവങ്ങളോടുകൂടിയാണ് ഗാന്ധിജി ഇന്ത്യയിൽ 1915 എത്തിച്ചേർന്നത്. അദ്ദേഹം 3 വർഷം ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി നാട്ടിലെ യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലാക്കി സ്വയം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി, തൻ്റെ വേഷവിധാനം പോലും സാധാരണ ഒരു കർഷകൻ്റേതാക്കി മാറ്റി. അങ്ങനെ ജനങ്ങളുമായി താതാത്മ്യപ്പെട്ട് അതിന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ സ്വാതന്ത്ര്യം എങ്ങനെ കരഗതമാക്കാം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രധാന ആശയം. ലാഹോർ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി അധികാരപ്പെടുത്തി ഒരു പുതിയ സമരം ആരംഭിക്കാൻ വേണ്ടി. പക്ഷേ സബർമതിയിൽ ചേർന്ന കോൺഗ്രസ് യോഗമാണത് ഗാന്ധി അധികാരപ്പെടുത്തിയത്. ഗാന്ധിജി സബർമതി ആശ്രമത്തിലായിരുന്നു അപ്പോൾ താമസിച്ചിരുന്നത്. അങ്ങനെ ഗാന്ധിജി സ്വയമേവ ആർക്കും സത്യാഗ്രഹത്തെക്കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒരു തുമ്പിടി ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിക്ക് തന്നെയും ഇതെങ്ങനെ ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് വലിയ ഒരു പ്രത്യേകം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാടുണ്ടായി എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ നിത്യോപയോഗ സാധനമായ 100% ജനങ്ങൾക്കും ആവശ്യപ്പെട്ട സാധനമായ ഉപ്പ് ഒരു പ്രതീകമാക്കിക്കൊണ്ട് ഒരു സമരം ആരംഭിക്കണം. അപ്പോൾ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന ഒരാശയം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിന് പ്രേരകമായി അന്ന് സർക്കാർ ഉപ്പിനൊരു നികുതി പ്രഖ്യാപിക്കുകയും ചെയ്തെന്ന് തോന്നുന്നു. ഉപ്പ് നികുതി മുമ്പേ ഉണ്ടായിരുന്നത്, അത് ഇതിന് മുമ്പ് തന്നെ എടുത്തു കളയണമെന്ന് കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് നികുതി 1919 മുതലേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ നിർമ്മാണ വിലയുടെ എത്രയോ ഇരട്ടി അതിൽ നികുതി ചുമത്തി ജനങ്ങളുടെ മേലൊരു ഭാരിച്ച ഒരു ബാധ്യത വരുത്തുന്ന ഒന്നായിരുന്നു ഈ ഉപ്പ് നികുതി എന്നത്. ജനങ്ങൾ സുലഭമായി സ്വതന്ത്രമായി ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക്
ഈ നികുതിയൊക്കെ താങ്ങാൻ വലിയ ബാധ്യതയാണ് എന്നത് ഗാന്ധിജിയും ജനങ്ങളുമൊക്കെ മനസ്സിലാക്കിയുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഉപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ഉപ്പ് സത്യാഗ്രഹം എന്നൊരു സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഞാൻ വായിച്ചത് ഓർക്കുന്നു, ജവഹർലാൽ നെഹ്റു പോലും ഈ ഒരു സമരമുറയോട് അത്ര ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഇല്ല ജവഹർലാൽ നെഹ്റു മിക്കവാറും നേതാക്കൾക്കും ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് കേരളത്തിൽ പോലും ഇതിന് KPCCയിൽ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ നെഹ്റുവിനും ഇതൊരു പുതിയ ആശയമാണ്. അപ്പോൾ ഗാന്ധിജി തീരുമാനിച്ചു ഈ തീരുമാനം എടുത്തു. അതിന് മുമ്പായി അന്നത്തെ വൈസ്രോയ്ക്കൊരു ഒരു നിവേദനം അയച്ചു. 11 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു നിവേദനമായിരുന്നു അത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉപ്പ് നികുതി എടുത്തു കളയുക. വേറെ പലതും അതിലുണ്ട്. അതിൽ പ്രധാനമായ ഒരു ഇനം ഇതാണ്. അങ്ങനെ ഇതിന് അനുകൂലമായി മാർച്ച് 13 ഗവൺമെൻറ് എന്ത് തീരുമാനിക്കും എന്നതിനെക്കുറിച്ച് എനിക്കൊരു മറുപടി വേണം. വൈസ്രോയ് അനുകൂലമായ മറുപടി അയച്ചില്ല. എന്നു മാത്രമല്ല, നിങ്ങളിത് ആരംഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ ഒരു നിയമരാഹിത്യം ഇവിടെ സൃഷ്ടിക്കുകയായിരിക്കും അതിൻ്റെ അനന്തരഫലം എന്നാണ് ഒരു ഒറ്റവാചകത്തൊരു മറുപടി കത്തയച്ചത്. അപ്പോൾ ഗാന്ധിജി അതിനെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, എനിക്ക് അതിന് പകരം ലഭിച്ചത് കല്ലാണ് എന്നൊരു പ്രസ്താവന ഇറക്കിയായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ തൻ്റെ പുതിയ സത്യാഗ്രഹ പരിപാടിയെക്കുറിച്ച് ഗാന്ധിജി അങ്ങനെ ദീർഘമായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനകത്ത് പലരും അതിനെ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചാൽ അതുകൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്, അതൊരു സമരമാകുമോ, അതുകൊണ്ട് ഈ നാട്ടിനെ ഉത്ഭുതമാക്കാൻ പറ്റുമോ എന്നൊക്കെ ബുദ്ധിജീവികളടങ്ങുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഗാന്ധിജിക്ക് അതല്ല, തൻ്റെ മനസാക്ഷിയിൽ നിന്ന് കിട്ടിയ ഒരു വിളി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ആകർഷിക്കാനും തികച്ചും അക്രമരഹിതമായി നിർവഹിക്കാവുന്നതുമായ ഒരു സമരപരിപാടി എന്നത് അദ്ദേഹത്തിന് സ്വയം ബോധ്യമായി അങ്ങനെ ആരംഭിച്ചതാണ്. അങ്ങനെ 1930 മാർച്ച് 14 ഗാന്ധിജി തൻ്റെ ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര എന്ന പേര് അതാരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. വളരെ സുശിക്ഷിതരായ തൻ്റെ 78 അനുയായികളോട് കൂടിയാണ് ഗാന്ധിജി പുറപ്പെട്ടത്. ദണ്ഡിയിലേക്ക് ദൂരമേറെ ഉണ്ടായിരുന്നു. 241 മൈലോ അന്നത്തെ കണക്ക്. അപ്പോൾ വളരെ അച്ചടക്കവും ഗാന്ധിജിയുടെ ഈ പ്രസിദ്ധങ്ങളായ ഏകാദശ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് എന്തിനും തയ്യാറായ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് മരണത്തിന് പോലും ജീവൻ ബലി കൊടുക്കാൻ പോലും സന്നദ്ധരായിട്ടുള്ള 78 സത്യാഗ്രഹികളെ കൂട്ടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടത്. വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. അതെ, ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ നേടിയെടുത്തൊന്നെങ്കിൽ ആശ്രമത്തിലേക്ക് തിരിച്ചു വരും, അതെ, ഇല്ലെങ്കിൽ ശവശരീരം അറബിക്കടലിൽ ഒഴുകുമെന്നൊക്കെ. മൂടിപ്പുതപ്പും നീളൻ മുളവടിയുമായി 60 കഴിഞ്ഞ ആ കറുത്തുമെലിഞ്ഞ വൃദ്ധൻ 70 പരം അനുയായികളുമായി ചരിത്രത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ഭവിഷ്യത്തുകൾ നേരിടാനൊരുക്കമാണെങ്കിൽ ആർക്കും എവിടെ വെച്ചും ഉപ്പ് നിയമം ലംഘിക്കാം എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറി. ഇങ്ങ് കേരളക്കരയിൽ
കേരള ഗാന്ധി കെ കേളപ്പനാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. കർമ്മഭൂമിയാകട്ടെ പയ്യന്നൂരും. മാതൃഭൂമി പത്രത്തിലെ അഭ്യർത്ഥന മാനിച്ച് അനേകം പേർ കോഴിക്കോട്ടെത്തി. ഉയർന്ന ഉദ്യോഗങ്ങൾ രാജിവെച്ച് വന്നു ചേർന്ന ഹരീശ്വരൻ തിരുമുമ്പ്, എ കെ വാര്യർ, കെ എ ദാമോദരമേനോൻ, പി രാമുണ്ണിമേനോൻ, കുഞ്ഞുമംഗലത്തെ കെ സി നമ്പ്യാർ തുടങ്ങിയവർ രാജ്യസ്നേഹത്തിൻ്റെ മായാത്ത പര്യായങ്ങളായി മാറി. വി പി ശ്രീകണ്ഠ പൊതുവാൾ, പി കൃഷ്ണപിള്ള, എൻ സി ശേഖർ, കെ പി ഗോപാലൻ, പി സി കെ അടിയോടി, കെ കെ പി രാമപ്പൊതുവാൾ, ടി എസ് തിരുവമ്പ് തുടങ്ങി 30-ലേറെ പേർ. കോഴിക്കോട്ട് നിന്നും ആരംഭിച്ച 33-ലേറെ പേരടങ്ങിയ ആ ജാഥ വഴിനീള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളെ പുതിയ ബോധങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ട് പ്രയാണം തുടങ്ങി. തലശ്ശേരി വരെ മൊയാരത്ത് ശങ്കരനും തുടർന്ന് പയ്യന്നൂർ വരെ CH ഗോവിന്ദൻ നമ്പ്യാരുമായിരുന്നു ജാഥയുടെ ചുമതലക്കാർ. പയ്യന്നൂർ മഹാസമ്മേളനത്തിന്റെ സെക്രട്ടറിയായി കരുത്തുകാട്ടിയ ഗാന്ധി ശിഷ്യനായ CH ഗോവിന്ദൻ നമ്പ്യാർ പയ്യന്നൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഖാദിക്കും ഹരിജന ഉദ്ധാരണ പ്രവർത്തനങ്ങൾക്കും വിത്തുവാകിയ മറ്റൊരു കർമ്മയോഗിയായിരുന്നു. 9 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള ആ ധർമ്മസമര ഭടന്മാർ പയ്യന്നൂരിന് കിഴക്ക് പെരുമ്പക്കടവിലെത്തി. ഇരുകരകളിലും തിങ്ങിക്കൂടിയ ജനാവലി ഭാരത് മാതാ കി ജയ് വിളികളോടെ നിറപറയും നിലവിളക്കും വാദ്യഘോഷങ്ങളുമായി സംഘത്തെ വരവേറ്റു. പയ്യന്നൂരിന്റെ പ്രതിനിധികളായി ഉണ്ണികൃഷ്ണൻ തിരുമുമ്പും വി അപ്പുക്കുട്ടൻ നായനാരും പള്ളം നമ്പൂതിരിയും സംഘത്തെ സ്വീകരിച്ചു. പയ്യന്നൂർ അങ്ങാടിയിലൂടെ മുന്നോട്ട് നീങ്ങിയ സംഘത്തെ തെരുവോരങ്ങൾ പൂവെറിഞ്ഞാണ് അഭിവാദ്യം ചെയ്തത്. കണ്ടുനിന്നവർ ഏതോ വെളിപാട് കൊണ്ടതുപോലെ ജാഥയിൽ ഓടിച്ചെന്ന് അണിചേർന്ന് മുന്നോട്ട് നീങ്ങി. സംഘാടകനായി പാഞ്ഞു നടന്ന CH ഗോവിന്ദൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ നീണ്ട ഖദർ ജുബ്ബയിൽ ആരോ അള്ളിപ്പിടിച്ചുകൊണ്ട് വിളിക്കുന്നു, ഒരു 13കാരി, ഉപ്പ് കുറുക്കാൻ ഞാനും വരുന്നു. CH തിരിഞ്ഞു നോക്കി, ആരാ ഇത്? ഒരു കൊച്ചു പെൺകുട്ടി. പുഞ്ചിരിയോടെ CH സമ്മതം മൂളി, അതെ, ഇന്ന് 93-ന്റെ തളർച്ചയിലും ആ ഉപ്പ് സമര രംഗങ്ങൾ അപ്പാട്ടെ ദേവകിയമ്മ ഓർമ്മയിൽ നിന്നും പൊടി തുടച്ചെടുക്കുന്നു. നമ്മുടെ പയ്യന്നൂരില് CH ഗോവിന്ദൻ നമ്പ്യാരുടെ നേതൃത്വത്തില് ഉപ്പ് സത്യാഗ്രഹ സമരം, അന്ന് കെ കേളപ്പനടക്കമുള്ള വളണ്ടിയർമാർ വന്ന് അന്ന് ഉപ്പ് കുറുക്കുന്ന രംഗം കണ്ടു നിന്ന അതാ നമ്മൾക്ക് അറിയേണ്ടത്. ഞാൻ അവരുടെ കൂടെ പോയി. ഏട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ആശാനേട്ടനുണ്ടായിനി. ആശാനേട്ടനോട് നല്ല VP രാഘവൻ്റെ അച്ഛനെ അറിയുമോ? അയാളുണ്ടായിനി. അപ്പം CH നമ്പ്യാർ പറഞ്ഞു, ആ കുട്ടി വരുമെങ്കിലും കൂട്ടപ്പോൾ ആ കുട്ടിക്ക് ഉത്സാഹം ഉണ്ടാവും, കൂട്ടാന്ന് പറഞ്ഞു അയാൾ. എന്നാ പറഞ്ഞോട്ടെ എന്ന് ഏട്ടനും പറഞ്ഞു. അങ്ങനെ അവരെ കൂടെ ഞാൻ പോയി. പുഴക്കിട്ടക്ക് പോയ സമയത്ത് ഇതെല്ലാം ചട്ടിയിൽ വെള്ളം വെച്ചൊരു കുറുക്കുന്ന ഏർപ്പാടുണ്ടായിന്. ആ വെള്ളം കോരി കൊണ്ട് കൊടുത്തു ഞാൻ. അങ്ങനെ അതോടെ ഇല്ലി അതെല്ലാം പറക്കിക്കൊണ്ടാ പറഞ്ഞു എന്നോട് അവര്, തീക്കൂട്ടാൻ. അങ്ങനെ കുറുക്കിയ കൂട്ടത്തിൽ പങ്കെടുത്തോളാന്ന് ഞാൻ. നമുക്കറിയേണ്ടത് അന്ന് അവിടെ കണ്ട ആ കാഴ്ചകൾ ഒന്ന് മനസ്സിലൂടെ ഓർമ്മിച്ചു നോക്കിയാൽ, ചുള്ളിക്കാട് ചുറ്റും 4 ഭാഗം വന്ന് പുഴവക്കിനി ചുള്ളിക്കാട്. മുള്ളി പറക്കല്ല കുട്ടി, പറക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു എന്നോട് CH ഗോവിന്ദൻ നമ്പ്യാർ. പാട് ഒരു 10-18 ആളുണ്ടായിനി അന്നേരം. അതെ, കുറുക്കാൻ എല്ലാരും കത്തിക്കും കുറുക്കും എല്ലാം ചെയ്തിട്ട് അവരെ കൂട്ടത്തിൽ തന്നെ പാട്ടും പാടി നടന്നു. വരിക വരിക സഹോദരേ വലിയ സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകണം എന്നും പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് വന്നതാ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് ചെറിയ വയസ്സാണ്. ഉപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെന്ന് ചേർന്ന ആ പുഴയുടെ തീരം ഏതാണ്? തീരം കിഴക്ക് ഭാഗത്ത്. ഏതിന്റെ? ഈ നമ്മൾ അങ്ങോട്ട് കടക്കുന്ന സ്ഥലമില്ലേ, പാർട്ടി കടക്കുന്ന സ്ഥലം. പണ്ട് പാർട്ടിയാണ്, ഇപ്പൊ അവിടെ പാലം വന്നു എന്ന് പറയുന്നില്ലേ, അതിന്റെ തെക്ക് ഭാഗത്ത്. ഓളോറ. ഓളോറ. ഈ
ചാക്കിലേക്ക് കോരി നിറക്കലേതിനാദ്യം അതെ വെള്ളം ആദ്യം ഈ ഉപ്പ് കലർന്ന മണ്ണ് കോരി എടുത്തു, എന്നിട്ട് പിന്നെ ഇതിലെ കലക്കി എന്നിട്ട് അത് കുറുക്കി കത്തിച്ചു കുറുക്കിയതല്ല. ചുറ്റോട് ചുറ്റിനും പോലീസുകാരുണ്ടായിരുന്നു? ഇല്ല, ഉണ്ടായിട്ടില്ല. അന്നേരമില്ല. ഇപ്പൊ പോലീസ് മനസ്സില് ഈ ഉപ്പ് കുറുക്കിയതിനെ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയോന്ന് ആരും ചോദിച്ചിട്ടില്ലേ? ഉപ്പ് കുറുക്കിയത് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടാനാ പണിയെടുക്കുന്നെന്ന് ഇവര് പറയുന്നുണ്ടല്ലോ വഴിക്കുന്നു. അങ്ങോളം ഇവര് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ. കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചുറ്റുണ്ട്. പെണ്ണുങ്ങളും ആൾക്കാരും എല്ലാം അനവധി ആൾക്കാർ പുഴക്കെട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അനവധി ഉണ്ട്. അങ്ങനെ അന്ന് ഈ നമ്മുടെ പയ്യന്നൂരിന്റെ പ്രദേശത്ത് നടന്ന ഈ സമരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തില് അത് കണ്ട ആള് നിങ്ങളെ ഉള്ളൂ. ഞാനേ ഉള്ളൂ. അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 93 ആയി കുട്ടി എനിക്ക്.